ഇനി കക്കർച്ചി വറുത്തെടുത്താലോ, കോഴിക്കറിയുടെ സ്വന്തം എരുന്ത് തന്നെയാണിത്. ഇപ്പൊ കോഴിക്കോടും കിട്ടുന്നുണ്ട് കേട്ടോ കക്കർച്ചിയായിട്ട് തന്നെ. ഇന്ന് കാട്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കക്കർച്ചിയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം അരിപ്പൊടിയും പിന്നെ മല്ലിച്ചപ്പ്, പുതിന അരച്ചതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ ഒരു കളറിലേക്ക് ആവും. ഇപ്പൊ ഒരു പകുതി മുറുകിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം മുളക് ചതച്ചതും അരച്ചതും പിന്നെ സവാളയും കൂടി ഇട്ട് വീണ്ടും നമ്മളൊന്ന് മുറുക്കിയെടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ഇനൊന്ന് സവാളയൊക്കെ ഒന്ന് മുറുകി വരണം. കക്കർച്ചി ഒരുവിധം മുറുകിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഈ സവാളയുടെ വെള്ളം കൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് മുറുകാനുണ്ടാവും. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, ബീഫൊക്കെ വരട്ടിയ പോലെ ഉണ്ട് അല്ലേ.